ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വേ ഓഫ് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പരാജയത്തിന്റെ കൈപ്പുനീർ നുകരാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല അല്ലേ? എന്നാൽ ആ പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായി കണ്ട് ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് എന്ന ആ ശ്രേഷ്ഠ പദവിയിൽ എത്തിച്ചേർന്ന വ്യക്തിയെക്കുറിച്ച് അറിയാമോ നിങ്ങൾക്ക്? എബ്രഹാം ലിങ്കൺ ആയിരുന്നു അത്. അതെ, അമേരിക്ക കണ്ട ഏറ്റവും മികച്ച ഒരു പ്രസിഡന്റ്. അമേരിക്കയിലെ തീർത്തും ദാരിദ്ര്യം നിറഞ്ഞ ഒരു കർഷക കുടുംബത്തിൽ തോമസ് ലിങ്കന്റെയും നാൻസിയുടെയും രണ്ടാമത്തെ മകനായിട്ടാണ് ലിങ്കൺ ജനിച്ചത്. മരത്തടികൾ കൊണ്ടുണ്ടാക്കിയ ഒരു ചെറു കുടിലായിരുന്നു ഇവരുടെ ജീവിതം. തോമസ് ലിങ്കന് തന്റെ മകന് നല്ല വിദ്യാഭ്യാസമൊന്നും കൊടുക്കുവാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിലും ഒരു വിദ്യാലയത്തിൽ തന്റെ മകനെ പഠിപ്പിച്ചു. ക്ലാസ്സിലെ ഏറ്റവും ഉഴപ്പനും അലസനുമായ വിദ്യാർത്ഥിയായിരുന്നു എബ്രഹാം ലിങ്കൺ. ഒരിക്കൽ ലിങ്കന്റെ ക്ലാസ് ടീച്ചർ കുട്ടികളോടായിട്ട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹം എന്ന്. എല്ലാ കുട്ടികളും അവരവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു. എനിക്ക് ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം, എനിക്ക് ടീച്ചർ ആകണം, അഡ്വക്കേറ്റ് ആകണം, അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ അവസാനം ലിങ്കന്റെ ഊഴമെത്തി. അവൻ പറഞ്ഞു, ടീച്ചറെ, എനിക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് ആകണം എന്ന്. ടീച്ചർ അവനെ പരിഹസിച്ചു. ഹേ വിഡ്ഢി, നീ എങ്ങനെ അമേരിക്കയുടെ പ്രസിഡന്റ് ആകും? എന്നാൽ അന്നു മുതൽ അവൻ സ്വപ്നം കാണുവാൻ തുടങ്ങി. എബ്രഹാം ലിങ്കൺ അമേരിക്കൻ പ്രസിഡന്റ്. ലിങ്കന്റെ 9-ാം വയസ്സിൽ താൻ ഏറെ സ്നേഹിച്ചിരുന്ന തന്റെ മാതാവും കുറച്ചു വർഷങ്ങൾ ശേഷം തന്റെ ഏക സഹോദരിയും ഒക്കെ മരണപ്പെട്ടു. ഇതൊക്കെ കടുത്ത നിരാശയും വേദനയുമാണ് ലിങ്കന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയത്. എന്നാൽ അവൻ തളർന്ന് താളടിയായില്ല. എഴുത്തിലും വായനയിലും ഒക്കെ അതീവ തൽപരനായിരുന്ന ലിങ്കൺ നിരവധി പുസ്തകങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ വായിച്ചു. കൂട്ടുകാരുടെ പക്കൽ നിന്നുമൊക്കെ ധാരാളം പുസ്തകങ്ങൾ വാങ്ങി ജോലിക്കിടയിലും ഒക്കെ അവൻ വായിച്ചു തീർത്തു. വിളക്കിൽ ഒഴിക്കുവാനുള്ള എണ്ണ വാങ്ങുവാൻ പൈസ ഇല്ലായിരുന്നതുകൊണ്ട് തെരുവിളക്കിന്റെ സാന്നിധ്യത്തിലും രാത്രി സമയങ്ങളിലേറെ പകൽ നേരം വെളുക്കുവോളം അവൻ വായിച്ചു. ഒരു കർഷകനായും ചരക്ക് കൊണ്ടുപോകാൻ തൊഴിലാളിയായും ഒക്കെ സേവനം ചെയ്തെങ്കിലും അവിടെയൊക്കെ അവന് പരാജയം നേരിടേണ്ടതായി വന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം അവൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. നിയമസഭയിലേക്കും പാർട്ടിയിലേക്കും ഒക്കെ മത്സരിച്ചു. അവിടെയും ജയപരാജയ സമ്മിശ്രമായിരുന്നു ലിങ്കൺ നേരിട്ടിരുന്നത്. തന്റെ കുടുംബജീവിതത്തിലാകട്ടെ, വിവാഹം കഴിഞ്ഞ് തനിക്ക് മക്കളുണ്ടായി. എന്നാൽ തന്റെ മക്കളിൽ 2 ആൺമക്കൾ അതികഠിനമായ അസുഖം നിമിത്തം മരണത്തിന് കീഴടങ്ങി. ഇതൊക്കെ ലിങ്കണെ മാനസികമായും ശാരീരികമായും വളരെയേറെ തളർത്തി. അങ്ങനെ 50 വയസ്സുവരെ പരാജയത്തിന്റെ നെല്ലിപ്പലക കണ്ട എബ്രഹാം ലിങ്കൺ തന്റെ 51-ാം വയസ്സിൽ അമേരിക്കൻ പ്രസിഡന്റായി മത്സരിക്കുകയും എല്ലാവരെയും അതിശയപ്പെടുത്തിക്കൊണ്ട്, എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ആവുകയും ചെയ്തു. അമേരിക്ക ഇന്ന് കാണുന്ന സമ്പദ്ഘടനയുടെ വക്കിലെത്തിച്ചത് ഈ എബ്രഹാം ലിങ്കണാണ്. അമേരിക്കയിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയതും ഈ നേതാവ് തന്നെ. നോക്കൂ സുഹൃത്തുക്കളെ, വെറും ഒരു കാർഷിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന എബ്രഹാം ലിങ്കൺ തീർത്തും ഒരു കർഷകനായി തന്നെ ജീവിക്കേണ്ട വ്യക്തിയാണ്. എന്നാൽ അവന്റെ ദൃഢനിശ്ചയം, അവൻ കണ്ട സ്വപ്നം, അവന്റെ കഠിന പരിശ്രമം, ഇതെല്ലാം അവനെ കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക് കൊണ്ടെത്തിച്ചു. അവന്റെ ജീവിതം, സമയം, കാലം, സാഹചര്യം ഇതൊക്കെ പ്രതികൂലമായിരുന്നെങ്കിലും എബ്രഹാം ലിങ്കൺ ആ ശക്തമായ ഒഴുക്കിനെതിരെ നീന്തി മറുകരെ എത്തി. ഓർക്കുക, കരഞ്ഞും തളർന്നും ഇരിക്കാനുള്ളതല്ല ജീവിതം എന്ന് മനസ്സിലാക്കുക. തടസ്സങ്ങളെ മാറ്റി അവസരങ്ങളാകുന്ന ചിറകുകൾ വിടർത്തി പറക്കുക, അവിടെയാണ് ജയം. ഇതാണ് സർവശക്തനായ ദൈവവും ഓരോ വ്യക്തികളെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. എബ്രഹാം ലിങ്കൺ തന്റെ ജീവിത സന്ദേശം ഇപ്രകാരം ലോകത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നു: ഐ വോക്ക് സ്ലോലി ബട്ട് ഐ നെവർ വോക്ക് ബാക്ക്വേർഡ്. അതിനാൽ ഈ മഹത് വ്യക്തിയുടെ പേര് ഭൂമിയിൽ മനുഷ്യൻ നിലനിൽക്കുന്നിടത്തോളം കാലം ചരിത്രത്തിൽ തങ്കലിപികളാൽ കൊത്തിവെക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്താം എന്ന പ്രതീക്ഷയോടെ
നിങ്ങളുടെ സ്വന്തം വേ ഓഫ് ലൈഫ്.